السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ വിശുദ്ധ റമളാനിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചത് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചായിരുന്നു. അഥവാ ആദ് ഗോത്രത്തിലേക്ക് നിയുക്തനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹുവിന്റെ തൗഫീഖ് മുഖേന മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്രമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കുറിച്ച് അറിയാനും അവരുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് യഥാർത്ഥമായ ഊർജം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ആ പേര് 9 സ്ഥലങ്ങളിൽ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം നിയോഗിക്കപ്പെട്ട ഗോത്രമായ സമൂദ് 24 തവണ വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഹിജാസിന്റെയും അതുപോലെ തന്നെ തബൂക്കിന്റെയും ഇടയിൽ ഹിജർ ആയിരുന്നു സമൂദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന അവരുടെ വാസസ്ഥലം. മദീനയിൽ നിന്ന് വടക്കു ഭാഗത്തേക്ക് ഏതാണ്ട് 400 കിലോമീറ്റർ ദൂരെ മദാഇൻ സാലിഹ് എന്ന പേരിൽ ഇന്നും ആ പ്രദേശം അറിയപ്പെടുന്നു എന്നതാണ് ഇത് സംബന്ധമായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ് ഗോത്രത്തിന്റെ ശേഷം വന്നിട്ടുള്ള ഒരു സമുദായമാണ് സമൂദ് സമൂഹം അതല്ലെങ്കിൽ സമൂദ് ഗോത്രം. നാഗരികതയിൽ വളരെ മുന്നിട്ട് നിന്നിരുന്ന ഒരു ജനസമൂഹമായിരുന്നു സമൂദുകാർ. അതായത് വമ്പിച്ച പുരോഗതി, ജീവിത സൗകര്യങ്ങളിൽ ഏറെ ലഭ്യമായ, വലിയ രൂപത്തിലുള്ള ശക്തി നൽകപ്പെട്ട, എത്രത്തോളം വലിയ പർവ്വതങ്ങളൊക്കെ തുരന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഗുഹകളും വീടുകളുമൊക്കെ ഉണ്ടാക്കി നിർമ്മിക്കാൻ കഴിവുണ്ടായിരുന്ന ആളുകൾ. ആ രൂപത്തിലുള്ള ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട, ധാരാളമായി കാർഷികമായി അഭിവൃദ്ധി ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾക്ക് ആവശ്യമായ നിലക്കുള്ള നീരുറവകളും നദികളുമൊക്കെ യഥേഷ്ടം ലഭ്യമായിരുന്ന ഒരു സമൂഹം ആളുകൾ. അള്ളാഹു അവർക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഇതൊക്കെ ഞങ്ങൾക്ക് സർവ്വലോക പരിപാലകനായ റബ്ബ് ചെയ്തു തന്നതാണെന്ന ബോധം ഒരിക്കലും ഇല്ലാതെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, ആദ് ഗോത്രത്തിന് സംഭവിച്ചിട്ടുള്ള പതനത്തിൽ നിന്ന് പോലും പാഠം ഉൾക്കൊള്ളാതെ, കാരണം അവർക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയവരാണ് ആദുകാര്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ധിക്കരിച്ച് അവരിലേക്ക് അയക്കപ്പെട്ട ഹൂദ് അലൈഹിസ്സലാമിനെ ധിക്കരിച്ചപ്പോ ശരശരെ നടിച്ചു വീശുന്ന ഒരാഴ്ചയോളം നീണ്ടുനിന്ന കാറ്റുകൊണ്ട് ഏറ്റവും വലിയ രൂപത്തിലുള്ള ഉന്മൂലനാശം വരുത്തപ്പെട്ട ആദുകാര്, അവരെക്കുറിച്ച് നന്നായി അറിവുള്ളവരാണ് സമൂദുകാർ. എന്നിട്ട് പോലും അതിൽ നിന്ന് പോലും പാഠം പഠിക്കാതെ ഇവരും വിഗ്രഹാരാധനയിൽ മുഴുകുകയാണ് ചെയ്തത്.
ധിക്കാര സ്വഭാവത്തോടുകൂടി ജീവിക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇലാ സമൂദ അഖാഹും സാലിഹാ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലത്ത് ഈ ജനതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 24ഓളം സ്ഥലങ്ങളിൽ സമൂദിനെ പറ്റിയുള്ള പരാമർശമുണ്ടെന്ന്. സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വഇലാ സമൂദ അഖാഹും സാലിഹാ. സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ആ നാട്ടുകാരനായ സാലിഹ് നബി അലൈഹിസ്സലാമിനെ അയച്ചു. എന്നിട്ട് അദ്ദേഹം ആ ജനതയോട് ചെന്നിട്ട് പറഞ്ഞു, യാ ഖൗം, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യൻ ഇല്ല തന്നെ. മഹാന്മാരായ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും നമ്മൾ കേൾക്കുമ്പോ ആദ്യമായി നമ്മൾ കേൾക്കുന്ന അവരുടെ ദഅവത്തിന്റെ രീതിശാസ്ത്രത്തിലെ ഒന്നാമത്തെ വിഷയം തൗഹീദാണ്. ഏത് നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകനാണെങ്കിലും ആദ്യം ഒരു ജനസമൂഹത്തെ നന്നാക്കിയെടുക്കുന്നത് അവരുടെ വിശ്വാസമാണ്. കാരണം അതാണ് അടിത്തറ. അല്ലാഹുവല്ലാത്തവർക്ക് ആരാധന സമർപ്പിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഒരു സമൂഹം എത്ര നല്ലവരായിട്ടും ഒരു പ്രയോജനവുമില്ല അള്ളാന്റെ അടുക്കൽ. കാരണം ശിർക്ക് ചെയ്യുന്നവന്റെ ഒരു അമലിനും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മൂല്യവും ഇല്ല. അതുകൊണ്ട് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും അതാത് നാടുകളിൽ എത്തിയപ്പോൾ ആ ജനതയുടെ മുമ്പിലുണ്ടായിരുന്ന എന്തെന്ത് ജീർണതകളും ഉണ്ടെങ്കിലും ആ ജനതയോട് ആദ്യം പറഞ്ഞിരുന്നത്, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ ജനങ്ങളെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കൂ നിങ്ങൾ, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനും ഇല്ല. കാരണം തൗഹീദാണ് ഒരു മനുഷ്യനിൽ ശരിയാവേണ്ടത്. പ്രവാചകന്മാരുടെ ഒക്കെ പ്രബോധന വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണുന്ന ഈ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളും മനസ്സിലാക്കാതെ പോകരുത്. ഒരു മനുഷ്യനിൽ മാറ്റം വരേണ്ടത് ആദ്യം അവന്റെ വിശ്വാസമാണ്. കാരണം വിശ്വാസത്തിൽ പുഴുക്കുത്തു ബാധിച്ച് അത് തകർന്നടിഞ്ഞവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും ലോകത്തുള്ള മുഴുവൻ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരോടും പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണല്ലോ അത്. ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അടക്കം അല്ലാഹു പറഞ്ഞതാണല്ലോ. എന്താ അതിന്റെ അർത്ഥം? നബിയെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ പരാജയപ്പെട്ടവരുടെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ആപതിച്ചു പോവുക തന്നെ ചെയ്യുമെന്ന് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു മുന്നറിയിപ്പ് നൽകിയതാണ്. അത് അവരിൽ നിന്ന് ശിർക്ക് വരും എന്ന നിലക്ക് പറഞ്ഞതല്ല. കാരണം മഹാന്മാരായ അമ്പിയാക്കൾ, പ്രവാചകന്മാര് മുഴുവനും മഅസൂമുകളാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും കാവലും ഉള്ളവരാണ്. അവരിൽ നിന്ന് ശിർക്കൊന്നും സംഭവിക്കൂല, അവൻ പാപങ്ങളൊന്നും വരൂല. പിന്നെ എന്തിന് ഈ വാചകം പറഞ്ഞു? അത്ര വലിയ മഹാന്മാരിൽ നിന്ന് പോലും ഈ ഒരു അബദ്ധം വന്നുപോയാൽ അള്ളാഹ്ക്ക് ആരെയും വലിപ്പേറൂല, എല്ലാവരുടെയും കർമ്മം ബാത്തിലായി പോകും എന്ന ഏറ്റവും വലിയ കൃത്യമായ പഠനം, അധ്യാപനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിൽ അവിടെ കൃത്യമായി ഉറപ്പിച്ചു നിർത്താൻ തന്നെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്നത് വന്നാൽ പോലും അങ്ങനെ തന്നെയാണ് വിധി, മാറ്റൊന്നും ഉണ്ടാവില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചത്. അപ്പൊ സാലിഹ് നബി അലൈഹിസ്സലാം ഈ ഗോത്രക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യരൊന്നും യഥാർത്ഥത്തിലുള്ള ആരാധ്യരല്ല. യഥാർത്ഥ ആരാധ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരു ഇലാഹു ഇല്ല. അതിന്റെ ആശയമാണ് പറഞ്ഞത്, യാ ഖൗം, എന്റെ ജനങ്ങളെ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യൻ ഇല്ലേ ഇല്ല. അത് പറഞ്ഞ കൂട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം? അത് ജനങ്ങളോട് വളരെ കൃത്യമായി മഹാനവറുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളോട് വെറുതെ പറയുന്നതല്ല. ആ റബ്ബല്ലയോ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നത്,
നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും ഇനി വരാനിരിക്കുന്നതും തന്നതും തരപ്പെട്ടതായി ഇനി വരാനുള്ളതുമായ മുഴുവൻ അനുഗ്രഹങ്ങളും അവനാണല്ലോ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് സാലിഹ് അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ വബവഅകും ഫിൽ അർദി തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറൻ വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ ഫദ്കുറൂ അലാ അല്ലാഹ് വലാ തഅസൂ ഫിൽ അർദി മുഫ്സിദീൻ. സൂറത്തുൽ അറാഫിലെ 74-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയുകയാണ്, മഹാനായ പ്രവാചകൻ ആ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ വണങ്ങാവൂ, അവൻ മാത്രമേ നിങ്ങൾക്ക് ആരാധ്യനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വദ്കുറൂ, നിങ്ങൾ ഓർക്കണേ, ഇത് ജഅലകും ഖുലഫാ, ആ റബ്ബല്ലയോ ആദ് ഗോത്രക്കാര് നശിപ്പിച്ചതിന്റെ ശേഷം നിങ്ങളെ ഇവിടെ പകരം കൊണ്ടുവന്നത്. നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തു തന്ന് വബവഅകും ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾക്കവൻ സർവ്വരൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനിച്ച് തന്നില്ലയോ. തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറാ, ആ ഭൂമിയുടെ സമതലത്തിലൂടെ അതാ നിങ്ങൾ വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നില്ലേ. വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ, ഉയർന്നു നിൽക്കുന്ന നല്ല കടികട്ടിയായ പർവ്വതങ്ങളിൽ പോലും നിങ്ങളതാ പ്രവർത്തനം നടത്തിയിട്ട് അതുപോലും തുരന്നുകൊണ്ട് നിങ്ങൾ വീടുണ്ടാക്കുന്നില്ലേ. ആരാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ ശക്തിയും പവറും നൽകിയത്? ഫദ്കുറൂ അലാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അല്ലാഹുവിന്റെ നിഅമത്തുകളും അനുഗ്രഹങ്ങളും നിങ്ങൾ ഓർത്തുകൊണ്ടേ ജീവിക്കാവൂ ജനങ്ങളെ. അതോർത്ത് നിങ്ങൾ വിനീതരായി ജീവിക്കണം. ഇതൊക്കെ തന്ന റബ്ബിനോട് ശുക്റുള്ള ശാകിരീങ്ങളായി നിങ്ങൾ ജീവിക്കണം. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന പലരും നിങ്ങളുടെ നാടുകളിലുണ്ട്. ആ കുഴപ്പക്കാരുടെ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ മെനക്കെടാതെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ വളരെ വിനയത്തോടെ ഓർത്തുകൊണ്ട് ശുക്ർ ചെയ്തു ജീവിക്കൂ ജനങ്ങളെ. സാലിഹ് അലൈഹിസ്സലാം ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചു. പിന്നെയും മഹാനവറുകൾ അവരോട് പറഞ്ഞു. സൂറത്ത് ഹൂദിലെ 61-ാമത്തെ വചനത്തിൽ കാണാം, ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ ഖരീബും മുജീബ്. അവനല്ലയോ ഭൂമിയിൽ നിങ്ങളെ ഉണ്ടാക്കിയവൻ, അവനല്ലയോ നിങ്ങൾക്ക് അവിടെ നിവാസയോഗ്യമായി നിലക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നവൻ. അതുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞ ഇന്നലെകളിൽ നിങ്ങൾ എങ്ങനെ തന്നെ ജീവിച്ചാലും നിരാശ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ നന്നാവാൻ തയ്യാറുണ്ടോ എങ്കിൽ ഫസ്തഗ്ഫിറൂ, ആ റബ്ബിനോട് നിങ്ങൾ പുറത്തു തരണേ എന്ന് തേടിക്കോളൂ. സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞു വിനയത്തോടെ മടങ്ങിപ്പോയിക്കോ. കാരണം എന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന റബ്ബീ ഖരീബും മുജീബ്, നിശ്ചയമായും എന്റെ റബ്ബ് നമ്മോട് അടുത്തവനാണ്. വിളിക്കുന്ന വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിവുറ്റ മുജീബായ റബ്ബാണ്. അവൻ എല്ലാം അറിയുന്ന, എല്ലാവരോടും അടുപ്പമുള്ള, അടുത്തുള്ള ഖരീബും മുജീബുമായ റബ്ബാണ്. അതുകൊണ്ട് നിരാശ വേണ്ട, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ, തൗബ ചെയ്തോളൂ. ഇതൊക്കെ സാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് വളരെ കൃത്യമായി വിനയത്തോടെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. തീർന്നില്ല, വീണ്ടും അവരോട് പറയാണ്, ജനങ്ങളെ, സുഖങ്ങൾ എത്രയാ നിങ്ങൾക്ക് റബ്ബ് തന്നത്, സൗകര്യങ്ങൾ എത്രയാ നിങ്ങൾക്ക് റബ്ബ് തന്നത്. ഈ സൗകര്യങ്ങളൊക്കെ എന്നും നിലനിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് എന്നും ഇങ്ങനെ നിലനിന്ന് കിട്ടുമെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് മഹാനവറുകൾ അവരോട് താക്കീതിന്റെ സ്വരത്തിൽ പറയുകയാണ്, അത്തുത്രകൂന ഫീമാ ഹുനാ ആമിനീൻ ഫീ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വനഖ്ലിൻ തൽഉഹാ ഹദീം
وتنحتون من الجبال بيوتا فارهين فاتقوا الله وأطيعون ولا تطيعوا أمر المسرفين الذين يفسدون في الأرض ولا يصلحون. അതുതറക്കൂന, നിങ്ങളെ ഇവിടെ വിട്ടേക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫീമാ ഹാഹുന ആമിനീൻ, ഇവിടെയുള്ള ഭൗതികമായ സുഖങ്ങളിൽ നിങ്ങൾ നിർഭയരായ നിലയിൽ വിട്ടേക്കപ്പെടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതായത് ഫീ ജന്നാത്തിൻ വഅയൂൻ, നിങ്ങൾക്ക് തോട്ടങ്ങളുണ്ട്, നീരുറവകളുണ്ട്, വസുറൂഇൻ, കൃഷിയിടങ്ങളുണ്ട്, വിളകളുണ്ട്, വനഖിലിൻ, നിങ്ങൾക്കതാ ഈത്തപ്പഴങ്ങളില്ലേ, ഈത്തപ്പനക്കുലകളില്ലേ, അതിന്റെ തൊൽഉഹാ, ഈത്തപ്പനയുടെ കുലകളൊക്കെ ഹദീം, പഴങ്ങളുടെ ആധിക്യത്താൽ കുലയൊടിഞ്ഞു വീഴാറായ നിലക്കല്ലേ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ നല്ല സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനകളും നിങ്ങളുടെ തോട്ടങ്ങളും കൃഷിയിടങ്ങളും അതുപോലെ തന്നെ നീരുറവകളും. വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ, ആഹ്ലാദിച്ചുകൊണ്ട് അർമാദിച്ചുകൊണ്ട് നിങ്ങൾ മലകളിൽ നിന്നും പാറകളൊക്കെ വെട്ടിത്തുരന്ന് വീടുണ്ടാക്കുകയും ചെയ്യുകയാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ ആ ചിന്ത. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകളെ, അതേ ദോഷബാധ വരാതെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്നെ നിങ്ങൾ അനുസരിച്ചോളണം. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, ദുർനടപ്പുകാരായ ധിക്കാരികളായ ധൂർത്തന്മാരായ പലരും ഈ നാട്ടിലുണ്ട്. അവരുടെ ഓർഡർ അനുസരിച്ചു പോകരുത്. അല്ലദീന യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ, അവര് ഭൂമിയിൽ മുഴുവൻ ഫസാദാണ് ഉണ്ടാക്കുന്നത്, ഒരു നന്മയും അവരുണ്ടാക്കൂല. അതുകൊണ്ട് ദയവായി നിങ്ങൾ അത്തരക്കാരെ കൂടെ കൂടല്ലേ. ഞാൻ പറയുന്നത് അനുസരിച്ചോളൂ. നിങ്ങൾക്കെല്ലാം വേണ്ടതൊക്കെ നൽകിയ നാഥനുണ്ട്, ആ നാഥനെ അനുസരിച്ച് ജീവിച്ചോളൂ എന്ന് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം സമൂദുകാരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപദേശിച്ചു നോക്കി. പക്ഷേ ആ ജനതയുടെ പ്രതികരണങ്ങൾ മോശമായിരുന്നു. ഏത് സമൂഹത്തിനെയും പോലെ അവരും മോശമായ പ്രതികരണം. ഇത്ര നന്നായിട്ട് സംസാരിച്ചിട്ട് ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്ർ അൽ മുർസലീൻ, ഹിജ്റുവാസികൾ മുർസലീങ്ങളെ കളവാക്കി എന്നാണ്. ഹിജ്റുവാസികൾ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സമൂദുകാരുടെ വാസസ്ഥലം സൗദി അറേബ്യയുടെ മദീനയിൽ നിന്ന് 400 കിലോമീറ്ററോളം വടക്ക് ഭാഗത്ത് തബൂക്കിലേക്കും പോകുന്നതിന്റെയൊക്കെ ഇടയിലായിക്കൊണ്ട് മദായിൻ സാലിഹ് എന്നറിയപ്പെടുന്ന അന്ന് ഹിജ്ർ പ്രദേശം എന്നറിയപ്പെടുന്ന അസ്ഹാബുൽ ഹിജ്ർ എന്ന് പറയുന്നത്. അവര് അള്ളാന്റെ പ്രവാചകന്മാരെ കളവാക്കി എന്നാ പറയുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്റിൽ മുർസലീൻ എന്നാ പറയുന്നത്. ഹിജ്റുകാര് മുർസലീങ്ങളെ കളവാക്കി. അതെന്താ? ഹിജ്റുകാരിലേക്ക്, അതല്ലെങ്കിൽ സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ടത് ഒരു നബിയായിരുന്നല്ലോ, സാലിഹ് അലൈഹിസ്സലാം. ആ പ്രവാചകനെ നിഷേധിച്ചവരെ കുറിച്ച് അള്ളാഹ് മുർസലീങ്ങളെ കളവാക്കി എന്തുകൊണ്ട് പറഞ്ഞു? അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പ്രവാചകനെ കളവാക്കിയാൽ തന്നെ മുഴുവൻ പ്രവാചകന്മാരെയും കളവാക്കുന്നതിന് തുല്യമാണത്. ആ തത്വം പഠിപ്പിക്കാൻ. അള്ളാന്റെ ഏതെങ്കിലും ഒരു പ്രവാചകനെ ഒരാൾ തള്ളിക്കളഞ്ഞാൽ തന്നെ മൊത്തം അവനാരാണ്? മുഴുവൻ പ്രവാചകന്മാരിലും അവിശ്വസിച്ചവനാണ്. അതുകൊണ്ടാണ് ഹിജ്റുകാര് സാലിഹ് നബിയെയാണ് തള്ളിക്കളഞ്ഞതെങ്കിലും അവരെ പറ്റി പറഞ്ഞപ്പോ ഒരു മുർസലീങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞു, കളവാക്കി എന്ന് പറഞ്ഞു. മാത്രല്ല സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ താക്കീതുകളൊന്നും അവർ അംഗീകരിച്ചില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ പറയുന്നുണ്ട്, കദ്ദബത് സമൂദ് ബിന്നുദുർ, സമൂദ് ഗോത്രം പ്രവാചകന്റെ മുന്നറിയിപ്പുകളെയും താക്കീതുകളെയും കളവാക്കി. ഫഖാലൂ അബസറൻ മിന്നാ വാഹിദൻ നത്തബിഉ ഇന്നാ ഇദൽ ലഫീ ളലാലിൻ വസുഉർ അഉൽഖിയ الذിക്റു അലൈഹി മിൻ ബൈനിനാ ബൽ ഹുവ കദ്ദാബുൻ അശിർ. ഇത്രയൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച ഒരു നബിയോടുള്ള സമീപനം. സമൂദുകാര് കളവാക്കി. ഫഖാലു, അവര് പറയാൻ തുടങ്ങി, അവര് പറഞ്ഞു, അബശറം മിന്നാ വാഹിദാ, ഞങ്ങളുടെ കൂട്ടത്തിൽ വളർന്ന ഒരാളെ, ഒരു മനുഷ്യനെയാണോ നത്തബിഉ ഞങ്ങൾ പിൻപറ്റേണ്ടത്? അവനെന്ത് പ്രത്യേകതയാ ഉള്ളത്?
ഇന്നാ ഇദല്ല ഫീ ളനാലിൻ വസുർ, അവനെയൊക്കെ പിൻപറ്റാൻ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വഴിപിഴച്ചത് തന്നെ. ഔൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ, ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് അവന് മാത്രമായിട്ടൊരു ഉത്ബോധനം അങ്ങ് നൽകപ്പെട്ടിരിക്കുകയാണോ? അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. ബൽ ഹുവ കദ്ദാബുൻ നസിർ, അവൻ ധിക്കാരിയായ കളവ് പറയുന്ന ഏറ്റവും വലിയ പെരും നുണയൻ തന്നെ എന്ന് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവിടുത്തെ തെമ്മാടികൾ പറയാൻ തുടങ്ങി. മാത്രമല്ല, ജനങ്ങളുടെ വേറൊരു പ്രതികരണം നോക്കൂ. അതേത് കാലത്തും സത്യത്തിന്റെ ശത്രുക്കൾക്ക് പറയാനുള്ള പ്രതികരണവുമാണ്. സാലിഹ് നബി അവരോട് ഉപദേശിച്ചപ്പോ അവർക്കത് അവരുടേതായ ഉദ്ദേശത്തിന് വിരുദ്ധമായപ്പോ, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോ, അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായപ്പോ മഹാനായ സാലിഹ് നബിയോട് അവർ പറയുകയാണ്, ഖാലൂ യാ സാലിഹ് ഖദ് കുൻത ഫീനാ മർജൂവാ ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ അതൻഹാനാ അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ വഇന്നനാ ലഫീ ശക്ക് മിമ്മാ തദ്ഊനാ ഇലൈഹി മുരീബ്. അവര് പറയാൻ തുടങ്ങി, യാ സാലിഹ്, അല്ലയോ സാലിഹേ, ഖദ് കുൻത ഫീനാ മർജൂവ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുള്ള മനുഷ്യനായിരുന്നല്ലോ. അവര് പറയാണ്, ഞങ്ങൾക്ക് നിന്നെപ്പറ്റി നല്ല മതിപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആളായിരുന്നല്ലോ, നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ കണ്ടത്. എന്തൊരു നല്ല മനുഷ്യനായിരുന്നു നീ ഞങ്ങളുടെ കൂട്ടത്തിൽ, എന്തൊരു നല്ല ബുദ്ധി വൈഭവമായിരുന്നു നിനക്ക്, എന്തൊരു സാമർഥ്യമായിരുന്നു നിനക്ക്, എന്തൊരു നല്ല പെരുമാറ്റമായിരുന്നു നിനക്ക്, എന്തൊരു സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു നീ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആളായിരുന്നു. ഖബ്ല ഹാദാ, ഈ പുതിയ വാദവുമായിട്ട് വരുന്നതിന്റെ മുമ്പ് നീ നല്ലോനായിരുന്നല്ലോ. ഇപ്പെന്തേ മോശം വന്നു? ഒരു മോശവും വന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്താ പ്രശ്നം? എന്താ ഇപ്പൊ ഇവർക്ക് കണ്ടുകൂടാത്തവനായത്? അവരുടെ ചോദ്യം അത് വ്യക്തമാക്കുന്നു. അതൻഹാനാ, നീ ഞങ്ങളെ വിരോധിക്കാൻ വന്നതാണോ? അന്നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ആരാധിച്ചു വന്ന ഒരു ആരാധനയുണ്ട്, ആരാധ്യന്മാരുമുണ്ട്. അതൊന്നും പാടില്ല, ശിർക്കാണെന്ന് പറയാൻ, അതൊന്നും പാടില്ലെന്ന് പറയാനാണോ നീ വന്നത്? അതുകൊണ്ട് ഇന്നനാ, നിശ്ചയമായും ഞങ്ങൾ ലഫീ ശക്കിൻ മിമ്മാ തദഊനാ ഇലൈഹി മുരീബ്, നീ ഞങ്ങളെ ഏതൊരു തൗഹീദിലേക്കാണോ നീ ഞങ്ങളെ വിളിക്കുന്നത്, നീ ഏതൊരു ആദർശത്തിലേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത്, ആ ക്ഷണിക്കുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതിൽ ഞങ്ങൾ സംശയത്തിൽ തന്നെയാണ്. നീ പറയുന്നത് അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല. നീ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, ഞങ്ങൾക്കിടയിൽ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനായി ഇത്രകാലം ജീവിച്ച നീ, നല്ല തറവാടിത്തമുള്ള നീ, നല്ല ബുദ്ധി വൈഭവവും സ്വഭാവ ശുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ സമാദരണീയനായി വളർന്നു വന്ന നിന്നെക്കുറിച്ച് വല്ലാത്ത പ്രതീക്ഷകളായിരുന്നല്ലോ ഞങ്ങൾക്കുള്ളത്, പക്ഷേ ഇപ്പോഴിതാ അതൊക്കെ തകിടം മറിഞ്ഞുപോയി. നിന്റെ പഴയ മട്ടെല്ലാം മാറിപ്പോയി. ഞങ്ങളുടെ പിതാക്കളെ വരെ, അവരുടെ ആരാധനകൾ പോലും, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പിഴച്ചതാണ്, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പൊ പുതിയ ഒരാളായി ചമയുന്നുവല്ലേ, അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല. ഇതുവരെ നല്ല ആളായിരുന്ന ആള് വളരെ മോശപ്പെട്ടവനായി. സാലിഹ് നബി ഒന്നും ചെയ്തിട്ടില്ല, ആ നാട്ടുകാരെ എന്തെങ്കിലും കവർച്ച ചെയ്തിട്ടില്ല, അവിടെ ഒരു കൊള്ള നടത്തിയിട്ടില്ല, അവരെ അനാവശ്യം വിളിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ പ്രശ്നമുള്ളൂ? ഇത് ഏത് കാലത്തുള്ള എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം. ഏത് നാട്ടിൽ നോക്കൂ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഈ പ്രബോധനവുമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളോട് പറയും വരെ ഖുറൈശി സമൂഹത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്നു. ഏത് പ്രശ്നത്തിനും അവർക്ക് മുഹമ്മദ് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രശ്നത്തിനും അവര് പേര് തന്നെ ഇട്ടില്ലേ? എന്താ പേരിട്ടത്? അൽ അമീൻ. അൽ അമീൻ, വിശ്വസ്തൻ, സത്യസന്ധൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയപ്പോ ആ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ചുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തത്വം പറഞ്ഞപ്പോ, അവരുടെ പൂർവീകമായി ആചരിച്ചു പോന്നിരുന്ന ആചാരങ്ങളെ എതിർത്തപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അൽ അമീൻ, വിശ്വസ്തൻ, സത്യസന്ധൻ, ഏറ്റവും നല്ല മോൻ, ഏറ്റവും നല്ല മോന്റെ മോൻ, ഏറ്റവും നല്ല മോന്റെ മോന്റെ മോൻ എന്നൊക്കെ പറഞ്ഞിരുന്ന, അങ്ങനെ പുകഴ്ത്തിയിരുന്ന ജനസമൂഹം പിന്നെ മാറ്റി പറഞ്ഞു, കള്ളനാണ്,
സാഹിറാണ്, മജീഷ്യനാണ്, കൺകെട്ട് വിദ്യക്കാരനാണ്, ജാലവിദ്യക്കാരനാണ്, ആളുകളെ മയക്കാണ് പറഞ്ഞിട്ട്, പാട്ടും പാടി നടക്കുകയാണ്, കവിയാണ്, പാട്ടുകാരനാണ്, അതുപോലെ തന്നെ തലക്ക് വെളിവില്ല, മജ്നൂനാണ്, ഭ്രാന്തനാണ്. എന്തൊക്കെ പറഞ്ഞു, ജ്യോത്സ്യനാണ്. പലതും പറഞ്ഞു. എന്തേ കാരണം, എന്തേ മാറ്റത്തിന് കാരണം? അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാ പിന്നെ ആളെ പറ്റൂല. അങ്ങനെയാണല്ലോ ഇന്നും അത് നിലനിൽക്കുകയാണ്. ആ ഒരു പ്രതികരണം ജനങ്ങൾക്കിടയിലൊക്കെ നല്ല അഭിപ്രായമുള്ള ആളാവും, കാര്യമൊക്കെ ഉഷാറിനെ, പക്ഷെ മുജാഹിദായി പോയില്ലേ, പിന്നെ മാറി. കള്ളു കുടിച്ച് നടക്കുകയാണെങ്കിലും കുഴപ്പമില്ല, സിനിമ കെട്ട് നടക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നാട്ടിലുള്ള എല്ലാ തമ്മാടിത്തത്തിലും ഉണ്ടാവും. ഒരു ദിവസം ഇങ്ങനെ 5 നേരം സുബഹിക്കടക്കം പള്ളിയിലൊക്കെ പോയി താടിയൊക്കെ വളർത്തി ആ ഡ്രസ്സൊക്കെ നെരിയാണിക്ക് മുകളിലൊക്കെ ഇങ്ങനെ പൊങ്ങി ഒരു മാറ്റം അങ്ങനെ കാണുമ്പോ ആളുകൾ അയാളെ വിളിച്ച് ഉപദേശിക്കാൻ തുടങ്ങും, നിന്റെ ഈ പോക്ക് ശരിയല്ല, നിന്റെ ഈ പോക്ക് ശരിയല്ല. എന്താ പ്രശ്നം? അയാൾ കള്ളുഷാപ്പ് പോകുമ്പോ പോക്ക് ശരിയല്ല എന്ന് പറയാൻ ആരുമില്ല. ഒരു കുഴപ്പമില്ലായിരുന്നു അയാൾ എല്ലാത്തും ഉണ്ടായത്. ഇപ്പൊ നിസ്കാരം തുടങ്ങി, ഇസ്ലാം തുടങ്ങിയപ്പോ കണ്ടോ, ഇതുവരെ നല്ല ഉഷാറുകൾ ഈ ചെക്കൻ എന്താ സംഭവിച്ചു പോയത്? ഞങ്ങൾ വലിയ പ്രതീക്ഷയാണല്ലോ നിന്നെ കുറിച്ചുണ്ടായിരുന്നത്. വല്ലാത്തൊരു തറവാടുള്ള കുടുംബത്തിൽ പറഞ്ഞൊരു മോനെ, ആ തറവാടിന് പറയിപ്പിച്ചല്ല മോനെ, നീ എന്താ പറയിപ്പിച്ച്? 5 നേരം പള്ളിയിൽ പോകുന്നു ആ മോൻ, മാതാപിതാക്കളെ അനുസരിക്കുന്നു, വീട്ടിൽ ഖുർആൻ ഓതുന്നു, നല്ല സ്വഭാവം കാഴ്ചവെക്കുന്നു, അനാചാരങ്ങളെ എതിർക്കുന്നു, അനാചാരത്തിന്റെ വേദികളിൽ നിന്ന് അശ്ലീലതകളുടെ വേദികളോട് വിട പറയുന്നു. വല്ലാത്തൊരു മാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്നു. പക്ഷേ നാട്ടുനടപ്പിനെതിരായി കണ്ടപ്പോ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം. ഇതിൽ ഒരിക്കലും ഒരു വിശ്വാസി പതറി വീഴാൻ പാടില്ല. അതാ മഹാനായ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. സാലിഹ് നബിയോട് പറഞ്ഞു, നീ ഞങ്ങളെ പൂർവീകരൊക്കെ ആരാധിച്ചു വന്നിരുന്നതിനെ തടയാൻ വന്നിക്കാണല്ലേ, അംഗീകരിക്കാൻ പറ്റൂല. സാലിഹ് നബി അലൈഹി ഇസ്ലാമിനോടും ജനങ്ങൾ അതേ കാര്യം തന്നെ പറഞ്ഞു. മഹാനായ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി, ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മ ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ അസൈതുഹു فما تزيدونني غير تخسير. ഹൂദിലെ 63-ാമത്തെ ആയത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ഖാല യാ ഖൗമി, എന്റെ ജനങ്ങളെ, എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു? അറഅയ്തും, എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, നിങ്ങൾ ഈ പറയുന്നതിലേക്കൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരണമെന്നാണോ? ഞാൻ എന്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങളുടെ മുമ്പിലുള്ളത്? അവന്റെ അടുക്കൽ നിന്നവൻ എനിക്ക് പ്രത്യേകം നുബുവത്താകുന്ന കാരുണ്യം തന്നിട്ടില്ലയോ? അതൊക്കെ നൽകപ്പെട്ട ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നാൽ ആരുണ്ട് എനിക്ക് സഹായം തരാൻ? ആരാ ഉണ്ടാവുക? അള്ളാന്റെ വല്ല ശിക്ഷയും വരുമ്പോ നിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്റെ രക്ഷിതാവിനെ ധിക്കരിച്ചാൽ, എന്റെ റബ്ബെന്നെ പരീക്ഷിക്കുമ്പോൾ എനിക്ക് സംരക്ഷണം നൽകാൻ ആരുണ്ടാകും എനിക്ക്? അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു ജനങ്ങളോട്, ആര് ജനങ്ങളെ എന്നെ സഹായിക്കും അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ? ഞാൻ അവനെ എങ്ങാനും ധിക്കരിച്ചാൽ, എനിക്ക് സത്യം മനസ്സിലായിട്ടും ആ മനസ്സിലാക്കിയ സത്യത്തെ നിങ്ങളുടെയൊക്കെ പ്രീതിക്ക് വേണ്ടി, നാട്ടുകാരെ നിങ്ങളുടെയൊക്കെ പ്രീതിയും ഇഷ്ടവുമൊക്കെ പിടിച്ചു വച്ചാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയതും എനിക്കെന്റെ റബ്ബ് അനുഗ്രഹിച്ചു തന്നിട്ടുള്ളതുമായ തെളിവുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ എന്റെ റബ്ബിനെ ധിക്കരിച്ചാൽ, എന്റെ റബ്ബ് എനിക്ക് തരുന്ന പരീക്ഷണങ്ങളും ശിക്ഷകളുമൊക്കെ എന്നിൽ നിന്ന് തട്ടിമാറ്റുന്ന ഒരു സഹായി എനിക്ക് ആരുണ്ട് ജനങ്ങളെ? അതുകൊണ്ട് നിങ്ങൾ എന്നോട് അതൊന്നും പറയേണ്ട കാര്യമില്ല, ഞാനത് ചെവി കൊടുക്കില്ല. നിങ്ങളുടെ ഈ വർത്തമാനങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടം വരുത്തുമെന്നതല്ലാതെ എന്റെ ഈമാനിനെ അതൊട്ടും ബാധിക്കുന്നില്ല. എനിക്കതുകൊണ്ടൊന്നും പ്രശ്നമില്ല, ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ് എന്ന് പറഞ്ഞു ഉറച്ചു നിൽക്കുകയാണ് മഹാനായ സാലിഹ് നബി അലൈഹി ഇസ്ലാം. ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. ഇത് പറയാൻ നമുക്ക് കഴിയോ? നമ്മൾ അതിന് പ്രാപ്തരാകണം. ഇതിനാ അമ്പിയാക്കളെ ചരിത്രം പഠിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ എല്ലായിടത്തും ആളുകൾ ഉണ്ടാവും, നിങ്ങളെ കുടുംബത്തിലുണ്ടാവും,
നിങ്ങൾ മനസ്സിലാക്കിയ സത്യവുമായിട്ട് നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും നാട്ടിലും വീട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലെ പ്രതികരിക്കുന്ന ആളുകൾ. ഇതൊരു വലിയ നല്ലൊരു തറവാടിത്തത്തിൽ പിറന്നൊരു മോനായിരുന്നല്ലോ, ഇപ്പൊ എന്താ എനിക്ക് പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് സുഖിപ്പിക്കും. സുഖിപ്പിക്കുമ്പോ നമുക്കും തോന്നാണ് ഈ പ്രവിശാലമായ ദുന്യാവിൽ ഇത്രയൊക്കെ സുഖങ്ങളും ഈ ആളുകളുടെയൊക്കെ അംഗീകാരങ്ങളും വിട്ടെറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ ഒറ്റക്ക് മുന്നോട്ട് പോവുക, അതുകൊണ്ട് തൽക്കാലം ഉൾവലിയാം എന്ന് വിചാരിച്ച് കൂടെ കൂടി കൊടുക്കും. പോയില്ലേ, നമ്മളെ ഇസ്സത്ത് പോയില്ലേ, നമ്മുടെ അന്തസ് പോയില്ലേ. എന്തേ? സർവലോക പരിപാലകനായ എനിക്ക് വേണ്ടി എല്ലാം നൽകി അനുഗ്രഹിച്ച എന്റെ നാഥനെ മാറ്റിവെച്ചിട്ട് ഈ താൽക്കാലിക സുഖങ്ങളുടേതായ മായാവലയങ്ങൾ എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്ന ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ ആദർശത്തെ ഞാനങ്ങ് മാറ്റിവെച്ച് എന്റെ റബ്ബിനെ അവഗണിച്ചാൽ എനിക്ക് ആ റബ്ബിൽ നിന്ന് പരീക്ഷണങ്ങൾ വരില്ലെന്ന് ആര് കണ്ടു? ഒരുപാട് പരീക്ഷണങ്ങൾ അവന് തന്നുകൊണ്ടിരിക്കും. നമുക്ക് തോന്നും അപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ എല്ലാരെയും പ്രീതിയൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പൊ ഉഷാറാണ്. അങ്ങനെയാണ് നടക്കുമ്പോഴായിരിക്കും പടച്ചോൻ അങ്ങനെ ഓരോന്ന് പിടിക്കും. ഇസ്ലാമിക ദഅവത്തിന്റെ രംഗത്ത് നീ ഉറച്ചു നിന്നിരുന്നെങ്കിൽ നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അതിൽ നിന്നും മാറിപ്പോയപ്പോൾ അള്ളാഹ് നിനക്ക് നൽകിയ പരീക്ഷണങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ വലുതായിരിക്കും. ദഅവത്തിൽ നിന്നാണ് മാറി നിൽക്കുമ്പോണ്ടാകുന്ന പരീക്ഷണങ്ങള്, ജനങ്ങളെ പേടിച്ചിട്ടായി നിന്നാണ് മാറി നിൽക്കുമ്പോണ്ടാകുന്ന പരീക്ഷണങ്ങള് ദഅവത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെക്കാൾ ഗുരുതരമായിരിക്കും. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ലോകത്ത് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. നമ്മൾ മറക്കരുത്. ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ മനസ്സിലാക്കിയത്, മനസ്സിലാക്കിയിട്ടില്ലാത്ത സഹജീവികളിലേക്ക് പകർന്നു കൊടുക്കൽ നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. അതിനാ അമ്പിയാവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചേ പറ്റൂ. എനിക്കതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ ആരോടും ഒന്നും മുണ്ടൂല. കാരണം എന്താ? ജനങ്ങളുടെ സിമ്പതി, ജനങ്ങളുടെ ഇഷ്ടം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പലർക്കും അതാണല്ലോ മനസ്സിലാക്കിയ സത്യം പറയാനുള്ള ഒരു തടസ്സം. അങ്ങനെയാണ് ഈ സാലിഹ് നബി ഇതുമുണ്ടോ? ജനങ്ങൾക്കിടയിൽ എന്ത് സ്ഥാനായിരുന്നു അദ്ദേഹത്തിന്? അത് അവരുടെ ആ വാർത്തയിൽ നിന്ന് മനസ്സിലായില്ലേ? ഖദ് കുൻത ഫീനാ മർജുവൻ ഖബ്ല ഹാദാ. ഈ വർത്താനവുമായിട്ട് നീ വരുന്നതിന്റെ മുമ്പ് എന്തൊരു നല്ല മോനായിരുന്നു സാലിഹ്, നീ എന്താ നിനക്ക് പറ്റിപ്പോയത്? പക്ഷെ സാലിഹ് നബി അലൈഹിസ്സലാം അതിൽ വീണുപോയിട്ടില്ല. അവരുടെ ആ സുഖിപ്പിക്കുന്ന വർത്തമാനത്തിൽ ശക്തമായി അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നല്ല അറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്റെ റബ്ബ് നുബുവത്താകുന്ന റഹ്മത്ത് കിട്ടിയിട്ട് അവന്റെ വഹയിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഈ ബടായിയും വർത്തമാനവും ഒക്കെ കേട്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടി നിങ്ങളെ അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളെയൊക്കെ ഞാൻ വലിച്ചെറിയണമെന്ന് വന്നാൽ ആ നാഥൻ എന്നെ പരീക്ഷിക്കുമ്പോ നിങ്ങൾ ഉണ്ടാകുമോടോ എന്നെ രക്ഷിക്കാൻ? അതാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. നിങ്ങൾ ഉണ്ടാകുമോ എന്നെ രക്ഷിക്കാൻ? കൊണ്ട് എനിക്ക് പറ്റൂല, ഞാൻ എന്റെ ഡ്യൂട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ എന്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു എന്ന് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം പറയും. ആ നാട്ടുകാർ രണ്ട് ചേരിയായി മാറി. എപ്പോഴും ഉണ്ടാവുമല്ലോ രണ്ട് ചേരി, ഒന്ന് കുഫറിന്റെ ചേരി, ഒന്ന് മുഅ്മിനീങ്ങളുടെ ചേരി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സാലിഹാ അൻ ഇഅ്ബുദുല്ലാഹ ഫഇദാഹും ഫരീഖാൻ യഖ്തസിമൂൻ. മഹാനായ സാലിഹ് നബിയെ അവരുടെ ഗോത്രത്തിലേക്ക്, അഥവാ സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സാലിഹ് നബി അലൈഹിസ്സലാമിനെ നാം അയച്ചു. അദ്ദേഹം അവരോട് അല്ലാഹനെ മാത്രം ആരാധിക്കൂ എന്ന് പറഞ്ഞു. ഫഇദാഹും ഫരീഖാൻ യഖ്തസിമൂൻ. ആ നാട്ടിലതാ ജനങ്ങൾ രണ്ട് ചേരിയായി പരസ്പരം വഴക്കടിക്കാൻ തുടങ്ങി. രണ്ട് ചേരിയായിട്ട് പരസ്പരം വഴക്കടിക്കാൻ തുടങ്ങി. എപ്പോഴും ഉണ്ടാവും. ഒരു നാട്ടിൽ സത്യം കണ്ട് വരുമ്പോൾ സത്യം അസത്യം തമ്മിൽ ഏറ്റുമുട്ടും, രണ്ട് ചേരിയാകും, തർക്കങ്ങൾ ഉണ്ടാകും, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും, സംവാദങ്ങൾ ഉണ്ടാകും, ഖണ്ഡനങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ അടിപിടിയിലെത്തും, പലതും ഉണ്ടാകും. ലോക ചരിത്രം അങ്ങനെ തന്നെയാണ്. ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ. രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് അതാ പരസ്പരം പോരടിക്കുന്നു. ഒന്ന് ഹത്തിന്റെ ഗ്രൂപ്പ്, മറ്റൊന്ന് ബാത്തിലിന്റെ ഗ്രൂപ്പ്. അങ്ങനെ ഒരു കൂട്ടർ വിശ്വാസികൾ, മറ്റൊരു കൂട്ടർ ധിക്കാരികൾ. വിശ്വസിച്ചവരെ പിന്തിരിപ്പിക്കാൻ ആവുന്ന ശ്രമങ്ങളൊക്കെ ധിക്കാരികൾ തുടർന്നുകൊണ്ടേയിരുന്നു. വിശ്വസിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ. സാലിഹ് നബിയിൽ വിശ്വസിച്ച പാവങ്ങളായ ആളുകളെ നോക്കിയിട്ട് അവരുടെ കൂട്ടത്തിലെ പ്രമാണിവർഗവും പണക്കാരും ഒക്കെ പറഞ്ഞു, പ്രേരിപ്പിക്കണം, അവർ പലതും ചോദിക്കണം. എന്താ അവർ ചോദിക്കുന്ന ചോദ്യം? സൂറത്തുൽ അഅറാഫിലെ 75-ാമത്തെ ആയത്തിൽ കാണാം. قال الملأ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم أتعلمون أن صالحا مرسل.
അതഅലമൂന അന്ന സാലിഹൻ മുർസലും മിർ റബ്ബിഹി ഖാലൂ ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ. ആ സമൂഹത്തിലുണ്ടായിരുന്ന സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ടായിരുന്ന തെമ്മാടികളായ ധിക്കാരികളായ പ്രമാണിവർഗം അവര് പറഞ്ഞു, അവര് ചോദിച്ചു, ലില്ലദീന സ്തുദഇഫൂ ലിമൻ ആമന മിൻഹും, ആ സമൂഹത്തിൽപ്പെട്ട ദുർബലരായ വിശ്വാസികളോട്. കാരണം ഏതൊരു പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ദുർബലന്മാരാണ് ആദ്യം പ്രവാചകന്മാർക്ക് ഉത്തരം കൊടുക്കുക. മറ്റവരൊക്കെ ഒന്നും കൂടി ആലോചിക്കുക. അല്ല, ഇവർക്കൊന്നും ആലോചിക്കല്ലോ. പാവങ്ങളാണ് എപ്പോഴും സത്യത്തിന്റെ പിന്നാലെ പെട്ടെന്ന് ആകൃഷ്ടരാവുക. പ്രവാചക ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. പ്രമാണിമാരും വലിയ സമ്പന്നരും മറ്റു സ്വാധീനമുള്ളവരൊക്കെ ഒന്ന് പിന്നാക്കം ചവിട്ടും. കാരണം എന്താ? അവർക്ക് പലതും നഷ്ടപ്പെടാനുണ്ട് ദുനിയാവില്. പാവങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അവർക്ക് വേറെ സ്വാധീനങ്ങളോ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് സത്യം കട്ടിയാ പിന്നെ അവർ വേഗം വിശ്വസിക്കും, പിന്നെ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലും ഇതേ രൂപത്തിലുള്ള ധിക്കാരികളായ ആളുകൾ, വലിയ സമ്പന്നരും പണക്കാരും പ്രമാണിമാരുമൊക്കെ സാലിഹ് നബി ദഅവത്ത് തുടങ്ങിയപ്പോ തന്നെ അതിൽ ആകൃഷ്ടരായി വിശ്വസിച്ച പാവങ്ങളെ നോക്കിയിട്ട് ചോദിക്കാണ്, അതഅലമൂന, നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അന്ന സാലിഹൻ മുർസലും മിർ റബ്ബിഹി, സാലിഹ് ആ സാലിഹിന്റെ റബ്ബിൽ നിന്ന് വഹിയൊക്കെ കിട്ടുന്ന ഒരു മുർസലായ പ്രവാചകനാണെന്ന് നിങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ടോ? നിങ്ങൾക്കപ്പോ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഈ വലിയ പ്രമാണിമാര് സാലിഹ് നബിയെ പിൻപറ്റിയ പാവങ്ങളായ വിശ്വാസികളോട് ചോദിച്ചപ്പോൾ അതേന്ന് മറുപടി പറഞ്ഞാൽ തന്നെ മറുപടിയായി. പക്ഷേ ആ മുഅ്മിനീങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? ഖാലൂ, അവർ മറുപടി കൊടുത്തു, അതെ, അദ്ദേഹം മുർസലന്നെയാണെന്ന് പറയുക മാത്രല്ല, അത് പറയല്ല അവര് ചെയ്തത്. പിന്നെന്താ ചെയ്തത്? ഖാലൂ, അവര് പറഞ്ഞു, ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ. ധീരതയാണ്. അദ്ദേഹം മുർസലാന്ന് മാത്രല്ല, അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളിൽ മുഴുവനും ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. കണ്ടോ? നിങ്ങൾ മുർസലാണ് വിശ്വസിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചേ. അതിന് മറുപടി എന്താണ്? നാം, ആ മുർസലാണെന്ന് മാത്രല്ല, അദ്ദേഹം മുർസലാന്ന് മാത്രല്ല, അദ്ദേഹം കൊണ്ടുവന്നതിൽ മുഴുവനും ഞങ്ങൾ എന്താണ്? മുഅ്മിനൂന, ഞങ്ങൾക്ക് നല്ല അടിയുറച്ച വിശ്വാസാണുള്ളത് എന്ന മറുപടിയാണ് പാവങ്ങൾ കൊടുത്തത്. ഇവര് വിചാരിച്ചാൽ എന്താണെന്നറിയോ? വലിയവരുടെ ഈ തിട്ടൂരുള്ള ചോദ്യമാണ് കേൾക്കുമ്പോ പാവങ്ങളൊക്കെ ഒന്ന് വെറുക്കും, ഒന്ന് ഉഷാറായിട്ട് വരുന്നില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ളോ എപ്പോഴും ഒരു നാട്ടിലുണ്ടാവും കുറച്ച് കാരണവന്മാരും വലിയ ആൾക്കാരും ഒക്കെ, അവരില്ലാതെ അവിടെ ഒന്നും നടക്കൂല, അവരെ ധിക്കരിച്ചാൽ പിന്നെ ഒന്നും നടക്കൂല എന്ന മട്ടില് ഇവര് വിചാരിച്ചു അങ്ങനെ ഇവരുടെ ഒറ്റ ചോദ്യത്തിൽ വരെയാണ് ഈ വിശ്വാസികളെ ഒന്നാണ്ട് വരട്ടാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾ ആ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നു എന്ന് മാത്രല്ല, ആ പ്രവാചകൻ കൊണ്ടുവന്നതിൽ മുഴുവനും ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമുള്ള മുഅ്മിനീങ്ങളും അടഞ്ഞു. അപ്പൊ സഹിക്കവയ്യാതെ ഇവര് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. ഖാലല്ലദീന ഇസ്തക്ബറൂ ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ. അപ്പൊ ധിക്കാരികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നതിൽ മുഴുവൻ ഞങ്ങൾ കാഫിരീങ്ങളാണ്. നിങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നതിൽ മുഴുവൻ വിശ്വാസികളാന്നല്ല പറഞ്ഞത്. എന്നാ ഞങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന് ഒന്നും വിശ്വസിക്കില്ല, അദ്ദേഹം കൊണ്ടുവന്നതിനെ കുറിച്ച് മുഴുവനും ഞങ്ങൾ കാഫിറൂൻ, ഞങ്ങൾ നിഷേധിക്കുന്നവരാണ് എന്നാണ് ആ ജനങ്ങൾ മറുപടി കൊടുത്തത്. മാത്രല്ല നമ്മൾ മനസ്സിലാക്കണം, അവര് പിന്നെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് സാലിഹ് നബി അലൈഹിസ്സലാമിനെ. വന്നേടം മുതൽ ഈ നാട്ടിൽ കുഴപ്പങ്ങളായി, ഇവന്റെ പ്രവർത്തനം തുടങ്ങിയേടം മുതൽ ഈ നാട്ടിൽ ഫസാദായി, നല്ലൊരു നാടായിരുന്നു, ഇവിടെ പ്രശ്നങ്ങളായി, എന്തൊക്കെ പറയാൻ തുടങ്ങി. അവര് പറയുന്ന വാചകം നോക്കൂ നിങ്ങൾ. ഖാലു ത്വയ്യർനാ ബിക വബിമൻ മഅക ഖാല ത്വാഇറുകും ഇൻദല്ലാഹ് ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ. അവര് പറഞ്ഞു, ഇത്വയ്യർനാ ബിക വബിമൻ മഅക, സാലിഹേ, നിന്നെ കൊണ്ട് ഈ നാടൊട്ടാകെ ലക്ഷണക്കേട് ബാധിച്ചിരിക്കുകയാണ്. വബിമൻ മഅക, നിന്നിൽ വിശ്വസിച്ചവരെ കൊണ്ട്. നീ എന്നിവിടെ പൊട്ടി പുറപ്പെട്ടോ നിന്റെ പുത്തൻവാദവുമായി? അതിലാരൊക്കെ വിശ്വസിച്ചുകൊണ്ട് കുറെ ആളുകൾ നിന്റെ പിന്നാലെ കൂടിയോ, അവര് കാരണം ഈ നാട്ടിൽ നിന്ന് ക്ഷാമമാണ്, വറുതിയാണ്, രോഗങ്ങളാണ്, മഹാമാരികളാണ്, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, കുഴപ്പങ്ങളാണ്, ഭിന്നിപ്പുകളാണ്, ചേരിതിരിച്ചിലുകളാണ്, വഴക്കാണ്, വക്കാണമാണ്, ബഹളമാണ്, ഒക്കെ നിങ്ങളുടെ വരവോടുകൂടിയുള്ള ലക്ഷണക്കേടും ശകുനപ്പഴയാണ്.
വരവുകൊണ്ട് കുരുത്തക്കേടാണ് ഇവിടക്ക് മുഴുവൻ, നാടൊട്ടാകെ നാറി നിങ്ങളുടെ വരവോടുകൂടി എന്ന് മഹാനായ പ്രവാചകന്റെ മുഖത്ത് നോക്കി ഇത്തയ്യർനാ ബിക, നീ കാരണം ഈ നാട്ടിലാകെ ലക്ഷണക്കേട് ബാധിച്ചു, മഴക്ക നിന്റെ കൂടെയുള്ളവര് കാരണം. അദ്ദേഹത്തിന്റെ പടച്ചറബിന്റെ തൗഫീഖോടുകൂടെ ഉറച്ചു മറുപടി പറഞ്ഞു, ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങൾക്ക് പറ്റിയതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാ. എന്താ കാരണം അറിയോ? ആ അള്ളാഹ് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഏറെ തന്നിട്ട് ആ റബ്ബിന്റെ സൗകര്യങ്ങളെയൊക്കെ പുറങ്കാലുകൊണ്ട് നിങ്ങൾ അതൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ട് അവന്റെ കൽപ്പനകളെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുമ്പോ നിങ്ങൾക്ക് ദുരന്തങ്ങൾ നിങ്ങൾ വിളിച്ചു വാങ്ങിയതാ. അതുകൊണ്ടൊന്നും നോക്കൂല. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, തീർച്ചയായും നിങ്ങൾ പരീക്ഷണത്തിന് വിധേയരായ ഒരു ജനത തന്നെയാണ്. പരീക്ഷിക്കപ്പെടുകയാണ് നിങ്ങൾ. ആ പരീക്ഷയിൽ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതാണ് ചോദ്യം. നിങ്ങൾ വല്ലാത്തൊരു പരീക്ഷണത്തിലാണ് അകപ്പെട്ടിട്ടുള്ളത് ജനങ്ങളെ. ഇന്ന് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം വളരെ കൃത്യമായി അവരോട് പറഞ്ഞു നോക്കുകയാണ്. പക്ഷേ ആ ജനങ്ങൾ വീണ്ടും അവരുടെ ധിക്കാരത്തിൽ മുഴുകിയെന്ന് മാത്രമല്ല, അവര് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിനോട് അത്ഭുതകരമായിട്ട് എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടതും തുടർന്നു കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഇബറത്തുകൾ, ഗുണപാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്തും അള്ളാഹുവിന്റെ സഹായം അവൻ നമ്മിൽ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.